കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ച് നിർമ്മിച്ച കൊച്ചി നഗരത്തിലെ ഫ്ളാറ്റ് സമുച്ചയം പൊളിച്ചു നീക്കാൻ കൊച്ചി കോർപ്പറേഷന്റെ ഉത്തരവ്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തോട് ചേർന്ന് നിർമ്മിച്ച റീഗൽ ഫ്ളാറ്റ് 15 ദിവസത്തിനകം പൊളിച്ചു നീക്കണമെന്നാണ് ഉത്തരവ്. ഇല്ലാത്ത റോഡുണ്ടെന്ന് വ്യാജമായി കാണിച്ച് കെട്ടിട നിർമ്മാണ അനുമതി നേടിയെടുത്തു എന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ഉത്തരവിന്റെ പകർപ്പാണ് റിപ്പോർട്ടറിന് ലഭിച്ചത്. അതേസമയം പൊളിക്കാനുള്ള ഉത്തരവ് കിട്ടിയിട്ടില്ലെന്നായിരുന്നു ഫ്ളാറ്റ് ഉടമകളുടെ പ്രതികരണം. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. മരട് ഫ്ളാറ്റുകൾ പൊളിച്ചതിന് ശേഷം സംസ്ഥാനത്ത് അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾക്കെതിരെ കാര്യമായ ഒരു നടപടിയും കേരളത്തിലെവിടെയും ഉണ്ടായില്ല. എന്നാൽ കൊച്ചി നഗരമധ്യത്തിൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനോട് ചേർന്ന് ഈ ഫ്ളാറ്റ് പൊളിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തോട് ചേർന്ന് റീഗൽ ഫ്ളാറ്റ് അനധികൃത നിർമ്മാണം നടത്തിയെന്ന് കൊച്ചി കോർപ്പറേഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പൊളിച്ചു നീക്കാൻ ഉത്തരവ് നൽകിയത്. ഹൈക്കോടതി അഭിഭാഷകനായ KP മുജീബ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. റീഗൽ ഫ്ളാറ്റ് നിർമ്മാതാക്കൾ 20 വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങുമ്പോൾ 7 മീറ്റർ വഴിയുണ്ടെന്ന് കോർപ്പറേഷന് അനുമതിക്കായി നൽകിയ രേഖയിൽ പറയുന്നു. എന്നാൽ ആ 7 മീറ്റർ വഴി KP മുജീബ് എന്ന സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയാണെന്ന് പരിശോധനയിൽ കോർപ്പറേഷൻ കണ്ടെത്തി. അപേക്ഷയിൽ സമർപ്പിച്ച 7 മീറ്റർ വഴിയുടെ രേഖ സമർപ്പിക്കാൻ ബിൽഡേഴ്സിനോ ഫ്ളാറ്റിൽ ഇപ്പോൾ താമസിക്കുന്ന ഉടമകൾക്കോ കഴിഞ്ഞില്ല. ഇതോടെയാണ് അനധികൃത കെട്ടിടം പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ ഉത്തരവിറക്കിയത്. അവരുടെ സ്കെച്ചും അവരുടെ പ്ലാനും അവർ കോർപ്പറേഷൻ കൊടുത്ത രേഖകളും പറയുന്നത് അവർക്ക് അവരുടെ വടക്കേ വശം 7 മീറ്റർ റോഡുണ്ട് എന്നാണ്. എന്നാൽ അവരുടെ തന്നെ ആധാരം നമ്മൾ പരിശോധിച്ചാൽ ആര് പരിശോധിച്ചാലും കോർപ്പറേഷൻ ആര് പരിശോധിച്ചാലും അത് എൻ്റെ സ്ഥലമാണെന്ന് കാണും. അവിടെ റോഡില്ല. ഇല്ലാത്ത റോഡ് ഉണ്ട് എന്ന് കോർപ്പറേഷൻ തെറ്റിദ്ധരിപ്പിച്ച് പെർമിറ്റ് വാങ്ങിച്ചു. 7 മീറ്റർ വഴിയില്ലാതായതോടെ മുജീബിന്റെ പറമ്പിലൂടെ ഫ്ളാറ്റ് ഉടമകൾ വഴിവെട്ടുകയും അതിൽ പോലീസ് ഇടപെടുകയും ചെയ്തു. ഭൂമിയിൽ സുരക്ഷയ്ക്കായി നിർത്തിയ ജീവനക്കാരെ പാലാരിവട്ടം പോലീസ് രാത്രിയെത്തി മർദ്ദിച്ചതായും പരാതിക്കാരൻ പറയുന്നു. കോർപ്പറേഷൻ ഈ ഫ്ളാറ്റ് സമുച്ചയം പൊളിച്ചു കളയണം എന്ന് ഓർഡറിട്ട അന്ന് രാത്രി പാലാരിവട്ടം പോലീസിലെ SHOയും അവിടുത്തെ സബ് ഇൻസ്പെക്ടറും വന്ന് അവരെ ഇല്ലീഗൽ ഫ്ളാറ്റ് എങ്ങനെ ശരിയാക്കി കൊടുക്കാന്നുള്ള പണിയാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇത് ഹൈക്കോടതി നിരസിച്ച് ഹൈക്കോടതി പോയി അതിൽ പോലീസ് സംരക്ഷണം കൊടുക്കണ്ടെന്ന് പറഞ്ഞ കേസിൽ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥനും ഈ മറ്റ് 2 ഉദ്യോഗസ്ഥന്മാർ അവിടെ ഈ ഫ്ളാറ്റിൽ തന്നെ ചെന്നിരിക്കുകയാണ്. റീഗൽ ഫ്ളാറ്റിലെ 2 കെട്ടിട സമുച്ചയങ്ങളിലായി 40 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇല്ലാത്ത വഴി ഉണ്ടെന്ന് കാണിച്ച ഫ്ളാറ്റ് നിർമ്മാതാക്കൾ ഇനി എന്ത് ചെയ്യും എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ഇല്ലാത്ത റോഡ് ഉണ്ടെന്ന് പറഞ്ഞാണ് കെട്ടിട നിർമ്മാണത്തിന് അനുമതി നേടിയത്. പണി പൂർത്തിയായപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കയറി റോഡ് വെട്ടുകയും ചെയ്തു. കോർപ്പറേഷൻ പൊളിക്കാൻ ഉത്തരവിട്ട ഈ ഫ്ളാറ്റിന് കാവൽ നിന്ന് നിയമം കയ്യിലെടുക്കുകയാണ് പാലാരിവട്ടം പോലീസ്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ഈ റിപ്പോർട്ട് നൽകിയ TV പ്രസാദ് തന്നെ ഇപ്പോൾ തത്സമയം ചേരുകയാണ്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെ നിയമലംഘനങ്ങളാണ് ഈ ഫ്ളാറ്റ് സമുച്ചയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്? ഗുഡ് മോർണിംഗ് നിമേഷ്, ആര്യ. ഗുരുതരമായ ഒരു പ്രശ്നമാണ് കൊച്ചിയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ മരടിലെ ഫ്ളാറ്റുകൾ പൊളിച്ചതിന് ശേഷം സംസ്ഥാനത്തെമ്പാടുമുള്ള നിയമലംഘനങ്ങളുടെ പട്ടിക തയ്യാറാക്കി കൊടുക്കാൻ ചീഫ് സെക്രട്ടറിക്ക് അന്ന് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന അരുൺ മിശ്ര നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ കേരളത്തിലാകെ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പഠനങ്ങളെല്ലാം നടന്ന് ഏതാണ്ട് 26,000-ലധികം നിയമലംഘനങ്ങൾ ഉണ്ട് എന്നാണ് കണ്ടെത്തിയത്. പക്ഷേ പിന്നീട് ആ നിയമലംഘനങ്ങളിൽ ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇരിക്കെയാണ് കൊച്ചി നഗരത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലത്ത് നിൽക്കുന്ന കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫ്ളാറ്റ് സമുച്ചയം പൊളിച്ചു നീക്കണമെന്ന ഉത്തരവ് കൊച്ചി കോർപ്പറേഷൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ഇത് 2 കെട്ടിടങ്ങളിലായാണ് ഈ റീഗൽ ഫ്ളാറ്റ് പ്രവർത്തിക്കുന്നത്. ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ 40 കുടുംബങ്ങളാണ് അവിടെ താമസിക്കുകയും ചെയ്യുന്നത്. 2003-ലും 2004-ലുമൊക്കെയാണ് അവിടെ ഫ്ളാറ്റ് നിർമ്മാണത്തിനുള്ള നടപടികൾ തുടങ്ങുന്നത്. ആ സമയത്ത് കേരള കെട്ടിട നിർമ്മാണ ചട്ടമനുസരിച്ച് 5 മീറ്റർ വീതിയുള്ള റോഡായിരുന്നു വലിയ കെട്ടിടങ്ങൾക്ക് വേണ്ടിയിരുന്നത്. അതായത് നമുക്കറിയാവുന്നതുപോലെ ഫയർ എഞ്ചിൻ വരാനും മറ്റുമുള്ള സൗകര്യങ്ങൾക്ക്. പിന്നീട് ആ നിയമം 7 മീറ്ററെങ്കിലും വേണം എന്ന രീതിയിലേക്ക് പിന്നീട് മാറുകയും ചെയ്തു.
ചെയ്തു. പക്ഷേ നിർമ്മാണ സമയത്ത് 5 മീറ്ററെങ്കിലും വേണമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ഫ്ലാറ്റ് നിർമ്മാതാക്കൾക്ക് 4 മീറ്റർ റോഡ് മാത്രമാണ് പിറകുവശത്തു കൂടി ഈ പ്ലോട്ടിലേക്ക് ഉള്ളത്. അങ്ങനെ ഇരിക്കെയാണ് ഈ പ്ലോട്ട് എടുത്തതിന് ശേഷം ഈ റീഗൽ ഫ്ലാറ്റ് നിർമ്മിക്കുന്ന ബിൽഡേഴ്സ് ചെയ്തത് ഈ കോർപ്പറേഷനിൽ, കൊച്ചി കോർപ്പറേഷനിൽ കെട്ടിട നിർമ്മാണ അനുമതിക്ക് വേണ്ടി രേഖകൾ സമർപ്പിക്കുന്ന സമയത്ത് വ്യാജമായി ഒരു വഴിയുണ്ടാക്കി എന്നുള്ളതാണ്. ആ വഴി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൻ്റെ ആ റോഡിൽ നിന്ന് തുടങ്ങി ഈ പ്ലോട്ടിലേക്ക് വരുന്ന 7 മീറ്റർ വഴി എന്ന് കാണിക്കുകയാണ് ചെയ്തത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെയാണ് ആ കഥയിലൊരു ട്വിസ്റ്റ് ഉള്ളത്. ഈ 7 മീറ്റർ വരുന്ന വഴി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ഇവരുടെ സ്വന്തമായ വഴിയല്ല. ഈ വഴി മറ്റൊരു വ്യക്തിയുടെ സ്വകാര്യ പറമ്പാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ അന്നതാരും ശ്രദ്ധിച്ചതുമില്ല. നേരത്തെ ഈ പരാതിക്കാരനായ KP മുജീബ് പിന്നീട് അവിടെ നിന്നുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് സ്ഥലം വാങ്ങിക്കുകയും പിന്നീട് GCDAയിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങുകയും ചെയ്ത വഴി മാത്രമാണ് പുറത്തേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത്. പക്ഷേ അതല്ലാത്ത ഒരു 7 മീറ്റർ വഴിയുണ്ടെന്ന് പെർമിറ്റിന് വേണ്ടിയുള്ള അപേക്ഷയിൽ റീഗൽ ബിൽഡേഴ്സ് കാണിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഈ അടുത്ത കാലത്ത് 2022 ഈ വിഷയം വലിയ രീതിയിലുള്ള പ്രശ്നം, 2001 വലിയ രീതിയിലുള്ള പ്രശ്നമാവുകയും പിന്നീട് അഡ്വക്കേറ്റ് KP മുജീബ് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ ഇങ്ങനെ ഒരു പരാതി കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല ഈ 7 മീറ്റർ വഴി ഇല്ലാത്ത വഴിയെന്ന് കാണിച്ചതിന് ശേഷം ഈ മുജീബിൻ്റെ പറമ്പിലൂടെയാണ് പിന്നീട് ഇവർ വഴി വെട്ടുകയും ചെയ്തത്. അത് അവരുടെ സ്ഥലമാണ്, അവരുടെ വഴിയാണ് എന്ന രീതിയിലാണ് അവർ വാദിക്കുകയും ചെയ്തത്. പിന്നീട് മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ പരാതി എത്തി. അത് പിന്നീട് LSTDയിലേക്ക് വന്നു. അങ്ങനെ കൊച്ചി കോർപ്പറേഷൻ അന്വേഷിക്കാൻ ഉത്തരവിട്ടു. അവിടെ ഓവർസിയറുടെ നേതൃത്വത്തിൽ, എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ, മറ്റു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലെല്ലാം വലിയ തോതിലുള്ള പരിശോധനയാണ് കഴിഞ്ഞ നാളുകളിലെല്ലാം നടന്നത്. ഫ്ലാറ്റ് ഉടമകളുടെ മൊഴിയെടുത്തു, പരാതിക്കാരൻ്റെ മൊഴിയെടുത്തു, രേഖകൾ പരിശോധിച്ചു. അങ്ങനെ കൊച്ചി കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർക്ക്, എഞ്ചിനീയർമാർക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ 7 മീറ്റർ എന്ന് പറയുന്ന വഴി ഇല്ലാത്ത വഴിയാണ് എന്നുള്ളതാണ്. ഇവർ കാണിച്ചിരിക്കുന്ന 7 മീറ്റർ പ്ലാനിൽ കാണിച്ചിരിക്കുന്ന ഈ വഴി ഈ അഡ്വക്കേറ്റ് KP മുജീബ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ സ്വകാര്യ പറമ്പാണ്, സ്വകാര്യ സ്ഥലമാണ് എന്നുള്ളതാണ് ആ പരിശോധനയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഈ ഫ്ലാറ്റ് പൊളിച്ചു നീക്കണം എന്ന ഉത്തരവിലേക്ക് കോർപ്പറേഷൻ എത്തുകയും ചെയ്യുന്നത്. ഇതിനൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഈ കേസുമായി ഇനിയിപ്പോൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ 15 ദിവസത്തിനകം പൊളിച്ചു നീക്കണമെന്ന ഉത്തരവാണ്. ദിവസത്തിനകം കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ ഫ്ലാറ്റ് നിർമ്മാതാക്കൾക്കോ ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ഉടമകൾക്കോ കഴിയുന്നു എങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ ഈ കാലം അത്രയായിട്ടും ഇങ്ങനെ ഒരു രേഖ കോർപ്പറേഷനിൽ ഹാജരാക്കാനോ പരിശോധനാ ഘട്ടത്തിൽ ഹാജരാക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് അവർ ആ നിഗമനത്തിലേക്ക് എത്തുന്നത്, ഈ വഴിയുള്ള സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ്, അതല്ലാതെ ഫ്ലാറ്റ് നിർമ്മാതാക്കളുടെയോ ഫ്ലാറ്റ് ഉടമകളുടെയോ പേരിലുള്ള സ്ഥലമല്ല എന്ന രീതിയിലേക്ക്. ഇനിയിപ്പോൾ നിയമപരമായി ഇതിന്റെ പോരാട്ടം മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ പൊളിച്ചു നീക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല, ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാടാണ് അഡ്വക്കേറ്റ് മുജീബ് സ്വീകരിക്കുന്നതും. ആര്യ, നിമേഷ്. പ്രസാദ്, ഈ 2 ഫ്ലാറ്റുകളിലായി ഉള്ളത് 40 കുടുംബങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഫ്ലാറ്റ് പൊളിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ ഈ ഫ്ലാറ്റ് ഉടമകൾ, ഈ നേരത്തെ അവിടെ ഉണ്ടായിരുന്നവർ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? അവർ പ്രധാനമായും പറയുന്നത് അവരുടെ ഒരു 4 മീറ്റർ വഴിയെ ചൊല്ലിയുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ഫ്ലാറ്റ് ഉടമകളുമായി നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു. നമ്മൾ 2-3 പേരോട് സംസാരിച്ചു. അവരൊക്കെ പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു നോട്ടീസ് കിട്ടിയില്ല എന്ന് മാത്രമാണ്, മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല എന്നുള്ളതാണ് അവർ വിശദീകരിക്കുന്നത്. പക്ഷേ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് അവർ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. ആ ഉത്തരവ് വ്യക്തമായി വായിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ 7 മീറ്റർ വഴി എന്നത് ഇതുവരെയും കാണിച്ചു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യം. 2003, 2004, 2005 കാലഘട്ടത്തിലൊക്കെ ഒരു പക്ഷേ കോർപ്പറേഷനെ പറ്റിച്ച് ഈ വഴിയുണ്ട് എന്ന് കാണിച്ച് പെർമിറ്റ് നേടിയതാകാം. പക്ഷേ അങ്ങനെയാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. സാധാരണഗതിയിൽ ഇത്ര വലിയ ഒരു കെട്ടിടം, പ്രത്യേകിച്ച് നഗരമധ്യത്തിലൊക്കെ വരുമ്പോൾ ആ പ്ലാൻ വിശദമായി പരിശോധിക്കും, അതിൻ്റെ ആധാരം പരിശോധിക്കും. ഇതിൽ അവർ നേരത്തെ പറഞ്ഞ സ്ഥലത്ത് വഴി എന്ന് പറഞ്ഞ ആ വടക്ക് ഭാഗത്ത് ആണ് വഴി എന്ന് പറയുന്നത്. ആ വടക്ക് ഭാഗം മറ്റ് ലാൻഡ് ഓണറുടേതാണ് എന്ന വ്യക്തമായ ആധാരം, രേഖകളെല്ലാം ഇതിനകം തന്നെ എഞ്ചിനീയർമാർക്ക്, കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഈ പരാതിക്കാരൻ കൈമാറിയിട്ടുള്ളതുമാണ്.
ഇത് തങ്ങളുടെ ഭൂമിയാണെന്ന് തെളിയിക്കാനുള്ള ഒരു രേഖയും ഇതുവരെ ഫ്ളാറ്റ് ഉടമകൾക്കോ നിർമ്മാതാവിനോ കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായി നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഫ്ളാറ്റ് പൊളിച്ചു നീക്കുകയല്ലാതെ മറ്റൊരു പോംവഴിയില്ല എന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കെട്ടിട നിർമ്മാണ ചട്ടം ലംഘിച്ച് നിർമ്മിച്ച കൊച്ചി നഗരമധ്യത്തിലെ കലൂരിലെ ഫ്ളാറ്റ് സമുച്ചയമാണ് പൊളിച്ചു നീക്കാൻ കോർപ്പറേഷൻ ഇപ്പോൾ ഉത്തരവിടുന്നത്. പ്രസാദാണ് വിശദമായ വിവരങ്ങൾ.